ദക്ഷിണ ചൈന കടലിൽ ആഗോള ശക്തികൾ തമ്മിലുള്ള സൈനികാധിപത്യ മത്സരം അതീവ അപകടകരമായ ഒരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാറ്റോ സഖ്യത്തിലെ പ്രമുഖ രാജ്യമായ നെതർലാൻഡ്സിന്റെ അത്യാധുനിക യുദ്ധക്കപ്പലായ HNLMMC-D റൂയിറ്ററിനെ ചൈനീസ് നാവികസേനയും വ്യോമസേനയും ചേർന്ന് തന്ത്രപ്രധാനമായ പാരാസോൾ ദ്വീപുകൾക്ക് സമീപത്ത് നിന്ന് നാടകീയമായി തുരത്തിയോടിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആഗോള സമുദ്ര വ്യാപാര പാതകളിൽ ഒന്നായ ദക്ഷിണ ചൈന കടലിന് മേൽ തങ്ങൾക്ക് മാത്രമാണ് പരമാധികാരമെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചൈനയുടെ കടുത്ത സൈനിക നീക്കം യൂറോപ്യൻ രാജ്യങ്ങളെയും വാഷിംഗ്ടണിനെയും ഒരുപോലെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ചൈനീസ് പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട ഔദ്യോഗിക പ്രസ്താവന പ്രകാരം അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഡച്ച് ഫ്രിഗേറ്റ് യുദ്ധക്കപ്പൽ ചൈനയുടെ പരമാധികാര അതിർത്തിക്കുള്ളിലേക്ക് നിയമവിരുദ്ധമായി അതിക്രമിച്ച് കയറുകയായിരുന്നു. ദക്ഷിണ ചൈന കടലിലെ ഏറ്റവും തർക്കമന്ദിരമായ പാരാസൽ ദ്വീപ സമൂഹങ്ങൾക്ക് സമീപമാണ് ഈ നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഡച്ച് യുദ്ധക്കപ്പലിനെ തങ്ങളുടെ അതിർത്തികളിൽ നിന്നും അകറ്റുന്നതിനായി അതീവ മാരകമായ പ്രതിരോധ തന്ത്രങ്ങളാണ് ചൈനീസ് സൈന്യം പയറ്റിയത്. കപ്പലിന് ശക്തമായി മുന്നറിയിപ്പുകൾ നൽകിയതിന് പിന്നാലെ ചൈനീസ് യുദ്ധവിമാനങ്ങൾ ഡച്ച് കപ്പലിന്റെ ആശയവിനിമയ സംവിധാനങ്ങളെയും റഡാറുകളെയും പൂർണ്ണമായും നിശ്ചലമാക്കാൻ പോന്ന ശക്തമായ ഇലക്ട്രോണിക് ജാമിംഗ് സാങ്കേതിക വിദ്യ പ്രയോഗിക്കുകയായിരുന്നു. ചൈനീസ് പോർ വിമാനങ്ങൾ കപ്പലിന് തൊട്ടുമുകളിലൂടെ അപകടകരമായ രീതിയിൽ പറന്നുയരുകയും ചെയ്തതോടെ കപ്പലിന്റെ ക്യാപ്റ്റൻ മുന്നോട്ടു പോകാനാകാതെ പിന്തിരിഞ്ഞോടാൻ നിർബന്ധിതനായി എന്നാണ് ബീജിംഗ് അവകാശപ്പെടുന്നത്. എന്നാൽ ചൈനയുടെ ഈ കടുത്ത ആരോപണങ്ങളെയും സൈനിക നീക്കത്തെയും ഡച്ച് ഭരണകൂടവും നാറ്റോ സഖ്യവും പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തങ്ങളുടെ HNLMMC-D റൂയിറ്റർ യുദ്ധക്കപ്പൽ തികച്ചും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാണ് കപ്പൽ യാത്ര നടത്തിയതെന്ന് നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര നിയമ കൺവെൻഷൻ അനുശാസിക്കുന്ന നിയമാവലികൾക്ക് വിധേയമായി അന്താരാഷ്ട്ര ജലാതിർത്തിയിലൂടെയുള്ള സ്വതന്ത്ര കപ്പൽ ഗതാഗതത്തിന്റെ ഭാഗമായാണ് കപ്പൽ സഞ്ചരിച്ചതെന്നും ചൈനയുടേത് പ്രകോപനപരമായ നടപടിയാണെന്നും ഡച്ച് അധികൃതർ കുറ്റപ്പെടുത്തി. ദക്ഷിണ ചൈന കടലിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും തങ്ങളുടേതാണെന്ന ചൈനയുടെ ചരിത്രപരമായ അവകാശവാദങ്ങളാണ് ഈ പുതിയ സംഘർഷത്തിന് അടിസ്ഥാനം. എന്നാൽ വിയറ്റ്നാം, ഫിലിപ്പീൻസ്, തായ്വാൻ, മലേഷ്യ, ബ്രൂണെ തുടങ്ങിയ അയൽ രാജ്യങ്ങളെല്ലാം ചൈനയുടെ ഈ കടന്നുകയറ്റത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. തർക്കപ്രദേശങ്ങളായ പാരാസൽ ദ്വീപുകളിൽ ചൈന കൃത്രിമ ദ്വീപുകൾ നിർമ്മിച്ച് വലിയ സൈനിക താവളങ്ങളും റഡാർ സംവിധാനങ്ങളും റൺവേകളും പണിതുയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്തോ പസഫിക് മേഖലയിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെയും നാറ്റോ സഖ്യത്തിന്റെയും നാവിക സാന്നിധ്യം വൻതോതിൽ വർദ്ധിച്ചു വരികയാണ്. ചൈനയുടെ സാമ്പത്തിക സൈനിക വളർച്ചയെ പ്രതിരോധിക്കാൻ അമേരിക്ക രൂപീകരിച്ച തന്ത്രപ്രധാന സഖ്യങ്ങൾക്ക് പിന്തുണ നൽകാനാണ് ബ്രിട്ടൻ, ഫ്രാൻസ്, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ അത്യാധുനിക യുദ്ധക്കപ്പലുകളെ ഈ മേഖലയിലേക്ക് അയക്കുന്നത്. ഈ പുതിയ സൈനിക വിന്യാസവും സംഘർഷവും ഇന്തോ പസഫിക് മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ പോന്നതാണ് എന്നാണ് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കപ്പൽ ചാനലുകളിൽ ഒന്നായ ദക്ഷിണ ചൈന കടലിൽ ഇത്തരം സൈനിക ഏറ്റുമുട്ടലുകൾ പതിവാകുന്നത് ആഗോള വ്യാപാര മേഖലയ്ക്ക് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. ഡച്ച് യുദ്ധക്കപ്പലിനെതിരെ ചൈന ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുവെന്നത് നാറ്റോ സഖ്യത്തെ കടുത്ത ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം സൈനിക നീക്കങ്ങൾ ഉണ്ടായാൽ അത് നേരിടാൻ അത്യാധുനിക ഇലക്ട്രോണിക് പ്രതിരോധ സംവിധാനങ്ങളോടെയുള്ള യുദ്ധക്കപ്പലുകളെ മേഖലയിലേക്ക് അയക്കാൻ നാറ്റോ ആലോചിക്കുകയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി നേവി ഈ മേഖലയിൽ കർശനമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ ഒരൊറ്റ കപ്പൽ പോലും തങ്ങളുടെ അനുമതിയില്ലാതെ ദക്ഷിണ ചൈന കടലിലൂടെ കടന്നു പോകാൻ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ബീജിംഗ്. ഈ സൈനിക സംഘർഷം വരും ദിവസങ്ങളിൽ ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങളെ കടുത്ത രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ചൈനയുമായി വലിയ തോതിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന രാജ്യമാണ് നെതർലാൻഡ്സ്. എന്നാൽ തങ്ങളുടെ സൈന്യത്തിന് നേരെയുണ്ടായ വെല്ലുവിളിയെ തുടർന്ന് ചൈനയ്ക്കെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ യൂറോപ്യൻ യൂണിയൻ ആലോചിക്കുന്നതായാണ് വിവരം. ദക്ഷിണ ചൈന കടലിലെ ചെറു രാജ്യങ്ങളായ ഫിലിപ്പീൻസും വിയറ്റ്നാമും ചൈനയുടെ ഈ ഭീഷണമായ സൈനിക നയത്തെ ഭീതിയോടെയാണ് നോക്കിക്കാണുന്നത്. നാറ്റോ കപ്പലിനെ പോലും തുരത്താൻ മടിക്കാത്ത ചൈനീസ് സൈന്യം തങ്ങളുടെ ചെറിയ നാവിക കപ്പലുകളെയും മത്സ്യബന്ധന ബോട്ടുകളെയും പൂർണ്ണമായും അടിച്ചമർത്തുമെന്നാണ് ഈ രാജ്യങ്ങളുടെ ആശങ്ക.
നിലവിലെ സാഹചര്യത്തിൽ ഇന്തോ പസഫിക് മേഖലയിലുടനീളമുള്ള നാവിക സുരക്ഷാ സംവിധാനങ്ങൾ കനത്ത ജാഗ്രതയിലാണ്. ചൈനയുടെ ഭാഗത്തു നിന്ന് ഇനിയും ഇത്തരം സൈനിക പ്രതിരോധങ്ങൾ ഉണ്ടായാൽ അതിശക്തമായി തിരിച്ചടിക്കാനാണ് നാറ്റോ സഖ്യത്തിന്റെ തീരുമാനം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഏഷ്യയുടെ മറ്റൊരു ഭാഗത്ത് കൂടി വൻ ശക്തികൾ തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ രൂപപ്പെടുന്നത് ആഗോള സമാധാനത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. വരും മണിക്കൂറുകളിൽ നാറ്റോ ആസ്ഥാനത്ത് നിന്നും ബീജിംഗിൽ നിന്നും പുറത്തുവരുന്ന ഔദ്യോഗിക പ്രസ്താവനകളായിരിക്കും ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുക.